വിവാഹം കഴിഞ്ഞ് വെറും 2 ആഴ്ച മാത്രം പിന്നിട്ട ഒരു ചെറുപ്പക്കാരന്റെ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കുന്നന്താനത്തു നിന്നും പുറത്തു വന്നത്. അവധി കഴിഞ്ഞ് ഗൾഫിലേക്ക് മടങ്ങാൻ 2 ദിവസം മാത്രം ശേഷിക്കവെയാണ് സ്വന്തം വീട്ടിൽ വെച്ച് അതിദാരുണമായി യുവാവ് മരണപ്പെടുന്നത്. കുന്നന്താനം സ്വദേശിയും 33-കാരനുമായ സാൻബി ജേക്കബാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. സ്വന്തം വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയ ആ നിമിഷം ഒരു വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതിയില്ല. അപ്രതീക്ഷിതമായി കടന്നൽ കുത്തേറ്റാണ് സാൻബി മരണപ്പെടുന്നത്. ജോലികളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ എങ്ങനെ ഒരു മനുഷ്യജീവൻ കവർന്നെടുക്കുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. നമ്മുടെ വീട്ടുപരിസരത്ത് വെച്ച് ഇത്തരത്തിൽ കടന്നൽ കുത്തേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചില വസ്ത്രങ്ങൾ പോലും കടന്നലുകളെ ആകർഷിക്കുന്നവയാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഈ പതിയിരിക്കുന്ന അപകടം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 11-നാണ് സാൻബിയുടെ വിവാഹം നടക്കുന്നത്. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് പ്രവാസലോകത്തേക്ക് തിരികെ പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് സാൻബി കഴിഞ്ഞ ദിവസം വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാനായി കയറുന്നത്. എപ്പോഴും പോകാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ കടന്നലുകൾ കൂടുകൂട്ടിയിരുന്നത് അവർ അറിഞ്ഞിരുന്നില്ല. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ടാങ്കിന് സമീപത്തുണ്ടായിരുന്ന കടന്നൽക്കൂട് ഇളകുകയും കടന്നലുകൾ കൂട്ടമായി സാൻബിയെ ആക്രമിക്കുകയുമായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയവർ ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എപ്പോഴും ആൾപ്പെരുമാറ്റമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത്തരത്തിലുള്ള കടന്നൽക്കൂട് കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും അതിനെ പ്രകോപിപ്പിക്കാനായി ശ്രമിക്കരുത്. അതിനെ ഇളക്കാനോ കല്ലെടുത്തെറിയാനോ ഒരിക്കലും ശ്രമിക്കരുത്. ഒരുപക്ഷെ നമ്മൾ ബഹളം വയ്ക്കുന്നത് പോലും കടന്നലുകളെ അക്രമാസക്തരാക്കിയേക്കാം. ഇനി കടുനിറത്തിലുള്ളതോ പൂക്കളുടെ ചിത്രമുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിച്ച് ഒരിക്കലും കടന്നൽക്കൂടുള്ള സ്ഥലത്തേക്ക് പോകരുത്. അത് അവയെ അക്രമാസക്തരാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൾപ്പെരുമാറ്റമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വൃത്തിയാക്കാനോ മറ്റോ ഒക്കെ പോകുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടുകളുടെ പരിസരത്തോ മരങ്ങളിലോ കടന്നൽക്കൂട് കണ്ടുകഴിഞ്ഞാൽ കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ ആ ഭാഗത്തേക്ക് ഒരിക്കലും വിടരുത്. കൂടെ സ്വന്തമായി ഇളക്കാൻ ശ്രമിക്കാതെ പകരം ഫയർഫോഴ്സിനെയോ അല്ലെങ്കിൽ മറ്റ് വിദഗ്ധരായ ആളുകളെയോ വിളിച്ച് സുരക്ഷിതമായി നീക്കം ചെയ്യുക. ഇനി കടന്നലുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. കടന്നലുകൾ കൂട്ടമായി ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ കൈകൾ വീശുകയോ അവയെ ആട്ടിയോടിക്കാനായി ശ്രമിക്കുകയോ ചെയ്യാതെ അവിടെ നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനായി ശ്രമിക്കുക. കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച ശേഷം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നതാണ് ചെയ്യേണ്ടത്. അലർജി മൂലമുള്ള റിയാക്ഷനുകളാണ് കടന്നലിന്റെ കുത്തേറ്റ് കഴിഞ്ഞാൽ മരണകാരണമായി മാറാറുള്ളത്. കടന്നലുകൾ കുത്തിക്കഴിഞ്ഞാൽ ഒരു വിഷമാണ് ശരീരത്തിലേക്ക് എത്തുന്നത്. വിഷവസ്തു എത്തുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധമുണ്ടാകും. അതുവഴി ശ്വാസതടസ്സം, ശബ്ദം നഷ്ടപ്പെടൽ, നെഞ്ചിൽ നീർക്കെട്ട്, ഛർദി എന്നിവ ഉണ്ടായി മരണം വരെ സംഭവിക്കാം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർക്ക് 1-2 കുത്തുകിട്ടിക്കഴിഞ്ഞാൽ അത് ഗുരുതരമാകാറില്ല. എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അലർജിയും ഉള്ളവർക്ക് കടന്നലിന്റെ കുത്തേറ്റാൽ മരണം വരെ സംഭവിക്കാം. കുത്തേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഭാഗത്ത് വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകണം. വേദനയും നീരും കുറയ്ക്കാൻ വേണ്ടി ഐസ് വെക്കുന്നതും നല്ലതാണ്. എന്നാൽ ശ്വാസതടസ്സമോ തളർച്ചയോ അനുഭവപ്പെടുകയാണെങ്കിൽ വൈകാതെ തന്നെ ആശുപത്രിയിലെത്തി ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്.